സംസ്ഥാനത്ത് PM ശ്രീ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്രത്തിൻ്റെ PM ശ്രീ വിവാദം PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുന്നു. ഇത് രാഷ്ട്രീയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇത് സംസ്ഥാന സർക്കാർ മുന്നണി ഘടകങ്ങളായ CPI അടക്കമുള്ളവരെ പരിഗണിക്കാതെയാണ് ഈ തീരുമാനത്തിലേക്ക് പോയത് എന്നൊരു വിവാദവും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ MOU ഒപ്പുവെച്ച വാർത്തകൾ പുറത്തു വന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് സാറാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിരിക്കുന്നു. ഒപ്പിടൽ നടന്നിരിക്കുന്നു. കുറേയേറെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് CPI വിവാദമാക്കുകയാണ്. ഇതെന്ത് സർക്കാരാണ് എന്ന രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ഈ വിവാദങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോഴും ഒരു ചോദ്യം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. നമുക്ക് എന്തിനാണ് PM ശ്രീ? മന്ത്രി പറയുന്നത് പല സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ഒപ്പുവെച്ചാൽ മാത്രമേ ഫണ്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിന് ഫണ്ട് മാത്രമാണ് പ്രധാനമായും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള മോട്ടീവ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ കേരളത്തിൻ്റെ പ്രതിസന്ധി? പണമാണോ നമ്മുടെ പ്രതിസന്ധി? പണം ഒരു പ്രശ്നമാണ്, പക്ഷെ പണത്തേക്കാൾ കൂടുതലാണ് അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം. നമുക്ക് അറിയാം, PM ശ്രീ എന്നുള്ളത് 14,600 സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിച്ചാൽ മാത്രമേ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിച്ചാൽ മാത്രമേ അത് ഈ PM ശ്രീ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വെച്ച് രാജ്യത്താകെ കൂടി ഈ പുതിയ പദ്ധതി, പണ്ട് നമ്മൾ ജവഹർ നവോദയ വിദ്യാലയ കൊണ്ടുവന്നതുപോലെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള, മികച്ച പാഠ്യപദ്ധതിയുള്ള സ്കൂളുകൾ ഒരു മോഡൽ സ്കൂളുകളാക്കി കൊണ്ടുവരിക എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്. ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വക വളരെ കൃത്യമായിട്ട് NEP PM ശ്രീയുടെ ഭാഗമാണ് എന്ന് പറയുന്നതല്ലാതെ NEP അംഗീകരിച്ചില്ലെങ്കിൽ PM ശ്രീക്ക് പൈസ കൊടുക്കില്ല എന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കാണുന്ന വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ NEP അംഗീകരിച്ചിട്ടില്ല. അവർക്കൊക്കെ ഈ PM ശ്രീ കിട്ടിയില്ല എന്ന് മാത്രമല്ല, സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പണമുണ്ട്. അപ്പം ഇതിനെ എല്ലാം NEPയുമായി ബന്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. NEP അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഈ സർവശിക്ഷ അഭിയാനിൻ്റെ ഭാഗമായി, സർവശിക്ഷ കേരളത്തിൽ വരുമ്പോൾ സർവശിക്ഷ കേരള SSK ആ പ്രോജക്റ്റിന് പണം കൊടുക്കില്ല, PM ശ്രീ പദ്ധതിക്ക് പണം കൊടുക്കില്ല എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ലഭ്യമാക്കുന്നില്ല എന്നൊരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പണം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പോളിസി നയങ്ങൾ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിലാണ്. 2 കേന്ദ്ര സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താനും പദ്ധതികൾ നടപ്പാക്കാനും അവകാശമുള്ള സമാവർത്തി ലിസ്റ്റ് എന്ന് പറയുന്ന കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസമുള്ളത്. ഒറിജിനലി നമ്മുടെ ഭരണഘടനയുടെ ഒറിജിനൽ സ്കീം അനുസരിച്ച് വിദ്യാഭ്യാസം പൂർണ്ണമായും സംസ്ഥാനങ്ങളുടെ പരിധിയിലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം വിദ്യാഭ്യാസം നടക്കുന്നത് എയറിലല്ല. വിദ്യാഭ്യാസം നടക്കുന്നത് ഓരോ സമൂഹത്തിൻ്റെയും അതിൻ്റെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഒരു ടെംപ്ലേറ്റിലാണ് വിദ്യാഭ്യാസം നടക്കുക. വളരെ ഉയർന്ന വിദ്യാഭ്യാസം ഇപ്പം UGC സ്ഥാപിക്കുമ്പം കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായിട്ടുള്ള UGCയുടെ ഒരു ലക്ഷ്യമെന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ ഉറപ്പുവരുത്താൻ അത് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസം എന്നുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലായിരുന്നു. അതിനുശേഷം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റിലേക്ക് പോയത്. അപ്പോഴും കേന്ദ്ര സർക്കാർ എനേബിളറായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. സംസ്ഥാനങ്ങൾക്ക് പണം, കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് കുറച്ച് പണം കൊടുക്കുക, പലതരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി
ഇതിനെ കേന്ദ്ര സർക്കാരുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ RSSൻ്റെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അത് തികച്ചും മാറി. അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ NEP-യിൽ നമുക്ക് ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ സ്കൂളുകൾ കോളേജുകളിൽ നിന്ന് ആൾക്കാർക്കൊരു എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക, ഓരോ ട്രേഡിൽ വരുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ സാധിക്കുക. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഇപ്പോൾ എക്സിറ്റ് ഓപ്ഷൻ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ പഠനം പകുതിക്ക് വെച്ചിട്ടിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ശരിക്കും വേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡ്രോപ്പ് ഔട്ടുകൾ വന്ന് ലോകത്തിലിപ്പം ഗൂഗിൾ സ്ഥാപിച്ചു അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചു എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഒരു ഉദാഹരണം. നമ്മുടെ ഒരു പ്രശ്നം എന്നുള്ളത് വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുക, അതുവഴി ആളുകൾക്ക് തൊഴിലെടുക്കാനുള്ള സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് സോളിഡായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുക എന്നുള്ള തരത്തിൽ വിദ്യാഭ്യാസം പൂർണ്ണമാക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ കുട്ടിയും പോകുന്നത്. അപ്പോൾ അയാൾക്ക് പറ്റിയില്ല എന്ന് വരുമ്പം അത് പറ്റിക്കുക എന്നുള്ളതാണ്. അതിന് പകരം അതൊരു ഓപ്ഷനാക്കി കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ കുട്ടികൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ NEP ഭാഗമായിട്ടും പാഠ്യപദ്ധതികൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ NCERT-യിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഗൾ ചരിത്രമേ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും കരിക്കുലവും സിലബസും ഒക്കെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക, അതിനു വേണ്ടിയിട്ട് അത് സംസ്ഥാനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പണത്തെ കണക്കാക്കുക, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും യഥാർത്ഥ പ്രശ്നം. നമ്മളിപ്പം PMC പദ്ധതിയുടെ ഭാഗമായിട്ട് ഏതാനും 100-200 കോടിയോ മറ്റ്, പിന്നെ SSKയുടെ ഭാഗമായിട്ട് നമുക്ക് 1000-ലധികം കോടി, ഇങ്ങനെ ഏകദേശം 1500 കോടി രൂപ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് കണ്ടീഷണൽ ആക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ യഥാർത്ഥ പ്രശ്നം. നമ്മൾ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന നിലയ്ക്ക് കേരളം ചോദ്യം ചെയ്യേണ്ടത് ഈ നയത്തെയാണ്. ഇതെങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതി മാറ്റിവെച്ചിട്ട് കേന്ദ്ര സർക്കാരിന് വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാർ പണം തരൂ എന്നുള്ള ഈ നിബന്ധന, ഈ രാഷ്ട്രീയ നിബന്ധന, അതാണ് സത്യത്തിൽ അടിസ്ഥാന പ്രശ്നം. പണം എന്നുള്ളത് പണം വെച്ചിട്ട് അല്ല, പണം കാണിച്ച്, ഈ പണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം പണമൊന്നുമല്ല, എല്ലാ മനുഷ്യരുടെയും പണമാണ്. അപ്പം സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനുള്ള അവകാശമുള്ളപ്പം ആ നയം മാറ്റി ഞങ്ങളുടെ നയമാക്കിയാൽ മാത്രമേ പണം തരൂ എന്ന് പറയുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. റൈറ്റ്. അത് പറയുമ്പോൾ അപ്പോഴും നമുക്ക് എന്തിനാണ് ഈ PM ശ്രീ സ്കൂളുകൾ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ടല്ലോ. കാരണം നമുക്കിപ്പോൾ നമ്മൾ കിഫ്ബി ഉപയോഗിച്ച് ഒരുപാട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. K-ഫോൺ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളുകളിൽ. അതുപോലെ നമ്മുടെ കൈറ്റ് പ്രൊജക്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയോ, അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം, ഇത് കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നിബന്ധനകൾ വെച്ചുകൊണ്ട് അംഗീകരിപ്പിക്കുന്ന സമയത്ത് അതിന് വഴങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ആ ഒരു മാടമ്പി ഭാഷയ്ക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ഇച്ഛാശക്തി ഇല്ലായ്മ കൂടിയല്ല അത് കാണിക്കുന്നത്. അത് ആ മാടമ്പി ഭാഷ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളത് എന്തിനാ എന്നുള്ളത് ചോദ്യം വരുന്നുണ്ട്, അതില്ല, ആ ചോദ്യം ഉറപ്പായിട്ട് അവിടെയുണ്ട്. പക്ഷെ ആ മാടമ്പി ഭാഷ തന്നെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ കിഫ്ബി വഴി പണം മുടക്കി സ്കൂളുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. ആ കിഫ്ബിക്ക് പണം കിട്ടാതിരിക്കാനുള്ള പണികൾ മുഴുവൻ നോക്കി, കിഫ്ബി ED കേസിൽ വലിച്ചഴിക്കാൻ നോക്കി, ആ പണികൾ മുഴുവൻ കേന്ദ്ര സർക്കാർ ചെയ്തു. പ്രശ്നം നമ്മൾ പണം മുടക്കി വീടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പിന്നെ സ്കൂൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും നികുതി പണം കൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളും, എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ മെച്ചപ്പെടുത്തുമ്പം നമുക്ക് കേരളത്തിന് കിട്ടണ്ടേ? നമ്മളാണ് അതിന് പണം മുടക്കേണ്ടത്. നമ്മൾ മുഴുവൻ പണം മുടക്കണം എന്നുള്ളതല്ല. ബാക്കി സംസ്ഥാനങ്ങൾക്ക് പണം മുടക്കാമെങ്കിൽ അതിനൊരു അവകാശമൊക്കെ സംസ്ഥാനത്തിനുണ്ട്. നമ്മൾ പണം അട്ടിയടിച്ച് നമ്മുടെ സ്വന്തമായിട്ട് പിന്നെ റിസർവ് ബാങ്ക് വെച്ചിട്ട് പണം അടിച്ചിട്ടല്ലല്ലോ, നമ്മൾ കട എടുത്തിട്ടാണ് നമ്മൾ ഈ കിഫ്ബി വഴി നിങ്ങൾ പറയുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടാൻ അർഹതയുണ്ടെന്നേ.
അതല്ലാതെ സംസ്ഥാന സർക്കാർ വഴങ്ങിയതിലേക്ക് ഞാൻ വരാം. ദാറ്റ്സ് എ ഡിഫറെന്റ്, അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ മാടമ്പി വർത്തമാനത്തെ കാണാതെ, ഈ മാടമ്പിത്തരത്തെ, പോളിസിയുടെ നയത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ മാടമ്പിത്തരത്തെ ചോദ്യം ചെയ്യാതെ സംസ്ഥാന സർക്കാർ വഴങ്ങി എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലേക്ക് പോകുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ സ്കൂളുകൾ പണിതില്ലെന്ന് വെച്ചാൽ നമ്മൾ കടമെടുത്ത് സ്കൂളുകൾ പണിതിട്ടുണ്ട്. അത് നമ്മുടെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ന്യായമായി കിട്ടേണ്ട പണം പൊക്കോട്ടെ എന്ന് വെക്കുക എന്നുള്ളതല്ല, അത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതേസമയം നമ്മളിത് വഴങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനാണ് ഞാൻ പറഞ്ഞത്. അത് ഇതിൻ്റെ അകത്ത് നമ്മളത് കൂടുതൽ തിയറിറ്റിക്കലായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഈ പ്രശ്നം രാഷ്ട്രീയമായിട്ടില്ല. ഇപ്പം ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാഠ്യപദ്ധതിയിൽ, സിലബസിൽ ഒക്കെ കേന്ദ്ര സർക്കാരിന് ഒരു സേ ഉണ്ടാകുമെങ്കിലും നമുക്കതിനെ മറികടക്കാനുള്ള വഴികളുണ്ട്. കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കരിക്കുലം വെച്ച്, പാഠ്യപദ്ധതി വെച്ച് നമുക്ക് അതിൻ്റെ MOU എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഗൈഡ് ലൈൻസ് അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ സ്കൂളുകളിൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവും പിന്നെ അതിന് താഴെയുള്ള ആളുകളൊക്കെ കൂടി മേൽനോട്ടം വഹിക്കുന്ന ഒരു സമ്പ്രദായമാണ്. നമുക്കതിൽ സംസ്ഥാന സർക്കാരിന് ഒരു വലിയ സേ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുഗളന്മാരുടെ ചരിത്രമില്ലാത്ത ഒരു പാഠപുസ്തകം കേരളത്തിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടാകേണ്ടതാണ് എന്നുള്ള, അതിപ്പം നമ്മളെ MOUവിൻ്റെ വിശദവിവരങ്ങൾ അറിഞ്ഞെങ്കിലേ നമുക്ക് പറ്റൂ. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, നമ്മൾ കണ്ടതുപോലെ ഈ PM ശ്രീ പദ്ധതി എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, LDF സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയണമായിരുന്നു. അത് 2 അർത്ഥത്തിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മളിങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ ഒരു നയമാറ്റത്തിലേക്ക്, സർക്കാർ ഇത് LDF ഇത് വേണ്ട എന്ന് തീരുമാനിച്ചതാണ്, നമ്മളൊരു നയമാറ്റത്തിലേക്ക് പോകുന്നു. അപ്പം എന്തുകൊണ്ട് ഈ നയമാറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളത് 2 അർത്ഥത്തിൽ പ്രധാനപ്പെട്ട. ഒന്ന്, ഒരു നയമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് മനുഷ്യരോട് പറയുക എന്നുള്ളത്. 2, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇടതു നയം എന്നും ഇടത് ബദൽ എന്നും നമ്മൾ പറയുന്നതിനെ ഞെക്കിക്കൊല്ലാൻ കേന്ദ്ര സർക്കാരും RSSും ശ്രമിക്കുമ്പോൾ ആ രാഷ്ട്രീയ ശ്രമത്തെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ കൃത്യമായതോടുകൂടി മനുഷ്യരോട് വിശദീകരിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു ഇത്. ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ നമ്മൾ കിഫ്ബി വെച്ച് സ്കൂളുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം കൂടി പറഞ്ഞിട്ട്, നമ്മൾ കടം വാങ്ങി സ്കൂളുകൾ പണിയുന്നുണ്ട്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും പിന്നെ കർണാടകയിലും ഒക്കെ സ്കൂളുകൾ, അവിടെയൊക്കെ സ്കൂളുകൾ പണിയുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകൾ പണിയുന്നതിന് നമ്മുടെ മാനദണ്ഡ പ്രകാരം ഒരു പണം നമുക്കും കിട്ടാൻ അവകാശമുണ്ട്. ആ പണം തടഞ്ഞു വെച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള രാഷ്ട്രീയ പ്രശ്നം അത് ഉന്നയിക്കാൻ ഇടതു മുന്നണിക്ക് ഒരു അവസരമുണ്ടായിരുന്നു. അവരത് നഷ്ടപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഒരു കാരണവശാലും അതൊരു വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തമായിരുന്നു. രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അവർക്ക് കിട്ടുന്ന ഭരണഘടനാപരമായി അവർക്ക് കിട്ടുന്ന അധികാരത്തെ, അവർക്ക് കിട്ടുന്ന ധനപരമായ മേൽക്കോയ്മയും സംസ്ഥാനങ്ങളുടെ മേൽ പോളിസികൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നത് എന്നോ നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് നേരിട്ട് പറയാനുള്ളൊരു അവസരമായിരുന്നു. ഇപ്പം നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമുക്ക് ഈ പണം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ടെങ്കിലും നമുക്കത് ചെയ്യാം. പക്ഷേ ഇത് ഒരു സെക്രട്ടറി പോയി ഒപ്പിട്ടു എന്നുള്ള മട്ടിൽ പറയുമ്പം അതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്നതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ഇത് വളരെ അരാഷ്ട്രീയമായി പോയ, അസംബന്ധമായി പോയ ഒരു തീരുമാനമായിപ്പോയി. കാരണം ഇത് എതിർത്തുകൊണ്ടിരുന്ന ഒരു കാര്യം രഹസ്യമായിട്ടല്ല നയം മാറ്റുന്നുണ്ടെങ്കിൽ ആ നയം എന്ന് മാറാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം പറയാതെ പോയി സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്തൊരു അരാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടാണ്, ഒരു നടപടിയാണ്. അത് CPM-ഉം LDF-ഉം സംസ്ഥാന സർക്കാരും ഒക്കെ നാട്ടിലെ മനുഷ്യരോട് വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അതെ, ആ രാഷ്ട്രീയ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വന്ന ഈ വീഴ്ച അത് തന്നെയാണ് ഇപ്പോൾ മുന്നണിയിലെ പ്രധാന ഘടകമായ CPI-യും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, വളരെ എതിർപ്പ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ PM ശ്രീ സ്കൂളിനോട് എതിർത്ത് നിന്നിരുന്ന 3 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളുമായിരുന്നു. പശ്ചിമ ബംഗാളും തമിഴ്നാടും ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
തമിഴ്നാടിനോടും ഇതുപോലെയുള്ള ഒരു ഇങ്ങനെ നിബന്ധന വെച്ചിട്ട് ഫണ്ട് തടയുന്ന വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ഈ വർഷം തന്നെയാണ് സുപ്രീം കോടതി ഇടപെട്ട് ആ ഫണ്ട് കൊടുക്കണമെന്ന് അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് വിധി പുറപ്പെടുവിക്കുന്നത്. ആ വിധി ഒരു ആയുധമാക്കി നമ്മുടെ കേരള സർക്കാരിനും മുന്നോട്ട് പോകാമായിരുന്നല്ലോ. പക്ഷെ അതിന് ശ്രമിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്വ നിർവഹണത്തിലെ വീഴ്ച വരുത്തുക എന്ന് പറയുമ്പോൾ അതേ പ്രകാരം തന്നെ ഈ സമയത്തിനും ഒരു പ്രശ്നമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ അടുത്താണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് എല്ലാം കൂടി വരുമ്പോൾ എന്തെങ്കിലും ഒരു സമവാക്യം തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് പിന്നെ അത് പരിഹാസ്യമാണെന്ന് നമുക്ക് ഏറ്റവും മിതമായ ഭാഷയിൽ പറയാൻ പറ്റും. കാരണം കോൺഗ്രസ്, ഞാൻ അതിലേക്ക് വരാം, നിങ്ങൾ സലീം ഉന്നയിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതൊന്നും പറഞ്ഞു പോയില്ലെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഈ പദ്ധതികൾ ഒപ്പിട്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ അവർ ഒപ്പിട്ടിട്ടുണ്ട്, മധ്യപ്രദേശിൽ ഒപ്പിട്ടിട്ടുണ്ട്, മധ്യപ്രദേശിലെ ഛത്തീസ്ഗഡിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അവർ RSS CPM ഡീൽ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ രാജസ്ഥാനിലൊക്കെ ഒപ്പിട്ടത് RSS CPM ഡീലായിരുന്നു. അത് അസംബന്ധമാണ് എന്ന് മാത്രമല്ല, കേരളത്തിൽ പിന്നെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ RSS പിന്നെ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ RSSന് ഒരു വൈസ് ചാൻസലറെ പോയിട്ട് ഒരു സെനറ്റിലോ സിൻഡിക്കേറ്റിലോ അക്കാഡമിക് കൗൺസിലിലോ പോലും ഒരു സീറ്റ് തെരഞ്ഞെടുപ്പിലൂടെ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു രാജ്യത്ത് പല വൈസ് ചാൻസലർമാർ, സിൻഡിക്കേറ്റ് മെമ്പർമാർ, സെനറ്റ് മെമ്പർമാർ, അക്കാഡമിക് കൗൺസിലുകൾ, ഇതൊക്കെ RSSൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പം ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരക്ഷരം മിണ്ടാനില്ലായിരുന്നു. അവരൊക്കെ ഈ CPM വിരുദ്ധത കൊണ്ട് മുഴുകി അതിനൊക്കെ ഗവർണർക്ക് കൈയടിച്ചുകൊണ്ടിരുന്ന പാർട്ടികളാണ് ഇപ്പം തിരിഞ്ഞു നിന്നിട്ട് അയ്യോ CPM. ഞാനിത് ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, CPMൻ്റെ രാഷ്ട്രീയ നൈതിക ധാർമ്മികത മുഴുവൻ എവിടെ പോയി? ഞാൻ പറഞ്ഞു, CPMന് മാത്രമായിട്ട് എന്താണ് ഇത്ര വലിയ രാഷ്ട്രീയ ധാർമ്മികത? ഈ RSSനെ തടയുക എന്നുള്ളത് വേറെ ആരുടെയും ഉത്തരവാദിത്തമല്ലേ? മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒന്നും ഇതിന് ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ പിന്നെ ഗവർണർ കൊടുത്തത് മേടിച്ച് പോക്കറ്റ് വെച്ചെടുത്ത പാർട്ടികളല്ലേ? സെനറ്റിലേക്കും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ കോൺഗ്രസ്സുകാരും ലീഗുകാരും? അപ്പോൾ അവർക്കൊന്നും ഈ പ്രശ്നമില്ലേ? ഈ അസംബന്ധ വർത്തമാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് RSSനെ നേരിടുക എന്നുള്ളത് LDFൻ്റെ അങ്ങനെയാണ് അവർ പറയണം. ഞങ്ങൾ RSSൻ്റെ കൂടെയാണ്. RSS പറയുന്നതൊക്കെ വളരെ ശരിയാണ്. CPM ആണ് എതിർക്കേണ്ടത്. CPM ഒരു കാരണവശാൽ അവരുടെ നിലപാടിൽ മാറ്റം വരുത്താൻ വേണ്ടി പാടില്ല. ഞങ്ങൾ RSSൻ്റെ നിലപാടിനോട് യോജിച്ച് തന്നെ പോകാനാണ് തീരുമാനിച്ചത് എന്ന് അവർ പറയും. ഇല്ലല്ലോ. എന്നിട്ട് ഒരു വശത്ത് വലിയ സെക്കുലർ വർത്തമാനം പറയുകയും ബാക്കി RSS ചെയ്യുന്നതിന് മുഴുവൻ കൈകൊട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പാർട്ടികൾ തിരിഞ്ഞ് നിന്ന് CPMനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ആ ഒരു ഡ്യൂപ്ലിസിറ്റി, ആ ഒരു ഫ്രോഡ് രാഷ്ട്രീയം മനുഷ്യർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ കോടതി കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, കോടതി ഉത്തരവായിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നിയാസാണ് എന്നുള്ളവരും കോടതിക്ക് മനസ്സിലായി. പലതരം റെഫറൻസുകൾ കോടതിയിൽ നിന്ന്. ഇപ്പം വയനാടിൻ്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷമായിട്ടുള്ളൊരു നിലപാടാണ്. അത് പക്ഷേ വിധിയായിട്ട് വന്നു. നമ്മളുടെ കേരള സർക്കാരിൻ്റെ പണം കടമെടുക്കാനുള്ള പരിധികൾ വെട്ടിക്കുറച്ചതിനെതിരെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ തരേണ്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് മാറ്റിവെക്കണം. നമുക്ക് അർഹമായ കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടേണ്ട പണം പല കാരണങ്ങൾ പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ പോയപ്പം സുപ്രീം കോടതിയിൽ പോയപ്പം കോടതി അതിന് വിധി പ്രസ്താവിച്ചില്ല. പക്ഷേ അതിരൂക്ഷമായിട്ടുള്ള നിലപാടുകൾ, അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു. കേന്ദ്ര സർക്കാർ നമുക്ക് കുറേ പണം റിലീസ് ചെയ്തു. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. തമിഴ്നാടിൻ്റെ കാര്യത്തിലും ഈ PM ശ്രീയുടെ കാര്യം പറഞ്ഞുകൊണ്ട് സർവശിക്ഷാ അഭിയാൻ്റെ പിന്നെ ഫണ്ട് തടഞ്ഞു വെച്ചു. അവർ കോടതിയിൽ പോയി. കോടതിയുടെ ഭാഷ രൂക്ഷമാകുന്നു എന്ന് കണ്ട കേന്ദ്ര സർക്കാർ അവർക്ക് ആ പണം കൊടുത്തു. എനിക്കൊന്ന് 1200 കോടി 2000 കോടി രൂപ മറ്റും അവർക്ക് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. കേരള സർക്കാർ അത് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാതിരുന്നതിൻ്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ്, CPMനാണ്, LDFനാണ്, വിദ്യാഭ്യാസ വകുപ്പിനാണ്, വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് എന്തുകൊണ്ടാവും? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിയമപരമായിട്ടുള്ള വഴി ഉപയോഗിച്ചില്ല എന്നുള്ളതുകൊണ്ട്. രണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണം നടത്തിയില്ല എന്നുള്ളത്. ഇത് രണ്ട് കാര്യത്തിലും LDFൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അക്ഷന്തവ്യമായ മര്യാദകേടാണ്. അതിന് യാതൊരു രാഷ്ട്രീയ ന്യായീകരണവുമില്ല. ഈ കോടതി വഴി കോടതിയിൽ പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പം നമ്മൾ
കോടതിയിൽ കഴിഞ്ഞ വർഷം ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനലഭ്യത കുറയ്ക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആസൂത്രിതമായി നീങ്ങിയപ്പം നമ്മൾ കോടതിയിൽ പോവുക മാത്രമല്ല, ഡൽഹിയിൽ നമ്മൾ സത്യാഗ്രഹം ഇരുന്നു, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം വരുന്ന സത്യാഗ്രഹം ഇരുന്നതിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികൾ പോലും അതിനെ അംഗീകരിച്ചു. കേരളത്തിൽ പോലും CPM വിരുദ്ധത കൊണ്ട് പിന്നെ അടിമുടി നിറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ആ സമരത്തെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായി. അതേപോലെ തന്നെ ഒരു അവസരമായിരുന്നു, ഒരു ഉത്തരവാദിത്വമായിരുന്നു ഈ കാര്യത്തിലുണ്ടായത്. വിദ്യാഭ്യാസം പോലെ പണം പിന്നെ നമുക്കുണ്ടാക്കാം. വിദ്യാഭ്യാസം കിട്ടി തലയ്ക്കകത്ത് മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിട്ടില്ല, പിന്നെ ചാണക റിസർച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗവേഷണം എന്നുള്ള മട്ടിലുള്ള അസംബന്ധം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയവുമായിട്ടുള്ള യുദ്ധമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് അത് നിറവേറ്റിയില്ല എന്നുള്ള ചോദ്യത്തിനും CPM മറുപടി പറഞ്ഞേ പറ്റൂ. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരു ഉത്തരവാദിത്തമായിരുന്നു, ഒരു അവസരമായിരുന്നു. അത് രണ്ടും കളഞ്ഞു കുളിച്ചിട്ട് പിന്നെ പണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അതൊന്നും ശരിയായ രാഷ്ട്രീയ തീരുമാനമായിട്ടോ ശരിയായ രാഷ്ട്രീയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. റൈറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൺകറന്റ് ലിസ്റ്റ്, ഇപ്പോൾ ഈ സമാവർത്തി പട്ടികയുടെ കാര്യവും പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പിൻവാതിലിലൂടെ ഓരോന്നിങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ PM ശ്രീ അത് NEPയുടെ ഒരു ഷോക്കേസാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാവരും യോജിക്കുന്നു. പക്ഷേ അപ്പോഴും സമാവർത്തി പട്ടികയിലൂടെ ഇങ്ങനെയുള്ള ചില നിബന്ധനകൾ വെക്കുന്നു. അത് നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. ഇതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നു. അതിനെതിരെ യോജിച്ച പ്രതിപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. മുന്നണിയിൽ പോലും, ഇടതുപക്ഷ മുന്നണിയിൽ പോലും ഭിന്നതയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷ കൂട്ടായ്മ എന്ന നമ്മുടെ ഒരു പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നൊരു സമയത്ത് പോലും ഇതിൽ തകർച്ചയുണ്ടാകുന്നത്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നയങ്ങൾക്ക് ഒന്നും കൂടി വേഗത വർദ്ധിപ്പിക്കല്ലേ ചെയ്യുക? ശരിയായ ഒരു നിരീക്ഷണമാണത്, എനിക്കും തോന്നുന്നു. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷം എന്ന് വേണം കണക്കാക്കാൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ത്യ ബ്ലോക്കിലുള്ള എല്ലാ പാർട്ടികളും എങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മളെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ വന്നു കഴിയുമ്പം കേരളത്തിൽ CPM വിരുദ്ധത കൊണ്ട്, ഇടതുപക്ഷ വിരുദ്ധത കൊണ്ട്, LDF വിരുദ്ധത കൊണ്ട് എത്ര കോൺഗ്രസ്സുകാരും എത്ര ലീഗുകാരും ഉണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട്? നമ്മളിവരെ കാണാറില്ലല്ലോ. RSS എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ കഷ്ണങ്ങൾ തിന്നുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. രാജസ്ഥാനിൽ ഇത് സൈൻ ചെയ്ത് വെച്ച് കേരളത്തിൽ വന്ന് CPM RSS ഡീലാണെന്ന് പറയുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ RSSനെതിരെയുള്ള ഫൈറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങളെ തച്ചുടയ്ക്കാനുള്ള ശ്രമങ്ങളെ എത്ര നാൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ അസംബ്ലി പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ സൈൻ ചെയ്യാതിരിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ കോടതി പോയപ്പോൾ എന്തായിരുന്നു ഇവരുടെയൊക്കെ നിലപാട്? ഇപ്പം CPMനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന മാധ്യമങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗവർണർക്ക് നിയമം പാസ്സാക്കാതിരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളത് നമ്മുടെ കേസുമായി പോകാൻ വേണ്ടിയിട്ട് ഒരു അഭിഭാഷകനെ കണ്ടിട്ട് ആ ഫീസ് കൊടുത്തു എന്നുള്ളത് വാർത്തയാക്കി മാധ്യമങ്ങളാണ്. അവരാണിപ്പം കേന്ദ്ര സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യാൻ CPM തയ്യാറല്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. അതുകൊണ്ട് ആ ഡ്യൂപ്ലിസിറ്റി, ആ ഫ്രോഡ് പണി നമ്മൾ കാണാതെ CPMനെതിരെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. CPMനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇതിൽ രാഷ്ട്രീയമായി ഇത് ഒരു രാഷ്ട്രീയത്തിന് പ്രശ്നം മാത്രമല്ല. ഈ BJP തന്നെ, അവർ തന്നെ കേന്ദ്രത്തിലല്ലാതിരിക്കുമ്പോൾ ഈ ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടി വാദിച്ച പാർട്ടികളാണ്. അവർക്കത് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ വിശാലമായ പ്രതിപക്ഷ ഐക്യനിര ഉണ്ടാവേണ്ടതാണ്. അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന 1500 കോടി രൂപയുടെ പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നയങ്ങൾ രൂപീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് കേരളം എന്നുള്ള ഈ സംസ്ഥാനത്തെ എന്ത് തരത്തിലുള്ള മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. അതിനെ പണം വെച്ചുകൊണ്ട്, പണം ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ അധികാരങ്ങൾ കവർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളത്
വളരെ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നം അങ്ങനെ തന്നെ പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ നമ്മളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്ന പണപരമായിട്ടുള്ള ട്രാൻസ്ഫറുകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും പോരാടിയ CPM, കേരളത്തിലെ LDF സർക്കാർ എന്തുകൊണ്ട് വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം ആരും അറിയാതെ ഒരു സെക്രട്ടറി പോയി ഒപ്പിട്ടു എന്നുള്ളതും അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എനിക്കതിനകത്ത് നിങ്ങൾ പറഞ്ഞത് അത് CPMൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെങ്കിൽ CPMൻ്റെ ഉത്തരവാദിത്തമാണ്, അതിനെനിക്ക് തർക്കമേ ഇല്ല. CPMൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാണ് കോൺഗ്രസും ലീഗും പറയുന്നുണ്ടെങ്കിൽ അത് അവർ നേരിട്ട് പറയണമെന്ന് കൂടി ഒരു വർത്തമാനം മാത്രമേ എനിക്കുള്ളൂ. CPMൻ്റെ ഉത്തരവാദിത്തമാണ്, ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. CPI ആ കാര്യം പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. CPI പറഞ്ഞത് ഇത് നമ്മൾ ഒരുമിച്ച് എതിർത്തുകൊണ്ടിരുന്നതല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മാറ്റിയത്? ആ ചോദ്യത്തിന് CPM ഉത്തരം പറയേണ്ടതുണ്ട്. നമുക്കത് ആ ലാർജർ ഇഷ്യൂ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് മുന്നണിയിലെ അസ്വാരസ്യം എന്നുള്ള നിലയ്ക്കല്ല ഞാനതിനെ കാണുന്നത്. പിന്നെ LDFന് വന്ന ഒരു വീഴ്ച LDFിൽ തന്നെ ഉള്ള ആളുകൾ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് ഞാനതിൽ കാണുന്നത്. റൈറ്റ്. PM ശ്രീ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിലൂടെ, അത് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് NEPയുടെ ഒരു ഷോക്കേസാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങൾ അത് വളരെ ലളിതമായി നടപ്പാക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കൽ തന്നെയാണ്. അത് നടപ്പാക്കാൻ തീരുമാനിച്ച ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ ഇടതുപക്ഷ സർക്കാരിന് LDFന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം എന്നാൽ ഒരു പടി അതിലേറെ കടന്ന് നമ്മൾ കാണേണ്ടത് കേന്ദ്ര സർക്കാർ സംസാരിക്കുന്ന ഈ മാടമ്പി ഭാഷയാണ്. ഇങ്ങനെ നിബന്ധന വെച്ച് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന ജനാധിപത്യ ലംഘനം, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴങ്ങിക്കൊടുക്കേണ്ട രൂപത്തിൽ ഇങ്ങനെ നിബന്ധനകൾ വെച്ച് കുരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാഴ്ച കാണാതെ നമ്മൾ ആ ചോദ്യം ചോദിക്കരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സെറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.